ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല. ഓൾറെഡി എല്ലാവരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. എങ്കിലും ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ട് ഇടുന്നു എന്നേ ഉള്ളൂ. ഇനി ഈ ജൂണിൽ ഒരു എക്സാമും ജൂലൈയിൽ 3 എക്സാമുമായിട്ട് നമുക്ക് PSCക്ക് മെയിനായിട്ട് എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന എക്സാംസ് 4 എണ്ണമാണ്. ആ 4 എക്സാംസ് ഏതാ, അതിൻ്റെ കാറ്റഗറി നമ്പർ എന്താ എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, 5 മിനിറ്റ് താഴെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പം ഞാൻ ഈ കാറ്റഗറി നമ്പറും ഇതുമൊക്കെ ഇടുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇത്രയും എക്സാംസ് ഇനി LDC 2027 നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ഉണ്ടാക്കുന്ന പറയുന്നത്. ചിലപ്പോൾ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ, ഡിസംബർ ആ ഒരു 3 മാസത്തിൻ്റെ ഇടയ്ക്ക് LDC 2027 നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പൊ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആ LDC 2027 നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യത്തെ 50 റാങ്കിൽ കയറാൻ പറ്റും. നന്നായി വർക്ക് ചെയ്താൽ നമുക്ക് ആദ്യം ഉറപ്പായിട്ടും കയറാൻ പറ്റും. അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടെ കാര്യം മാത്രം നോക്കുക. ഇത്രയും പേര് എഴുതുന്നുണ്ട്, ഒരുപാട് പേര് എഴുതുന്നുണ്ട്. അയ്യോ, LDC ഒക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാ, ഡിഗ്രിക്കാർക്കും എഴുതാം, അവരുടെ തലയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു 10ാം ക്ലാസ്സുകാരും. അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള നമുക്ക് വേറെ ഏതെങ്കിലും എക്സാംസ് നോക്കാമെന്ന് ഡിഗ്രി ഉള്ള ആൾക്കാരും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമുക്കൊരു ഗവൺമെന്റ് ജോലിയാണ് ആവശ്യം. അതിന് വേണ്ടിയിട്ടാണല്ലേ നമ്മൾ ഈ പഠിക്കുന്നത്. അല്ലാതെ ആരെയും ബോധർ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ കുറെ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്നാരെയും കേൾപ്പിക്കാനോ കാണിക്കാനോ ഒന്നുമല്ല നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് പഠിക്കാൻ. അതായത് നമുക്കൊരു ഗവൺമെന്റ് ജോലി നമ്മുടെ ആവശ്യമായതുകൊണ്ട്, നമുക്കൊരു സ്ഥിര വരുമാനം വേണമെന്നുള്ളത് കൊണ്ടാണല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവരെ ബോധർ ചെയ്യേണ്ട കാര്യം നമുക്കുണ്ടോ? ഇല്ല. നിങ്ങൾ തന്നെ പഠിക്കണം. അപ്പം ഇനി വരുന്ന ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ജൂൺ 20 വരുന്ന CPO WCPO ആണ്. എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 20. അതിന്റെ കാറ്റഗറി നമ്പർ 563 2025. അപ്പൊ CPO WCPOയുടെ എക്സാം ഡേറ്റ് എന്നാണ് ജൂൺ 20. കാറ്റഗറി നമ്പർ 563 2025. ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 2. അപ്പൊ ഇനി എത്ര ദിവസമുണ്ട് നിങ്ങളൊന്ന് കണക്ക് നോക്കിയേക്കേ. വളരെ കുറച്ച് ദിവസമുള്ളൂ. ജൂൺ 20 എന്ന് പറഞ്ഞാൽ അടുത്ത മാസം. ഏകദേശം ഒരു 50 ദിവസത്തോളമേ വരുന്നുള്ളൂ. അപ്പം അത് നന്നായി വർക്ക് ചെയ്യുക, നന്നായി പ്രയത്നിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇടുക, പ്രയത്നിച്ച് നോക്കുക. കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്ന പോർഷൻ സ്പെഷ്യൽ ടോപ്പിക് ഒഴികെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് LDക്കും ഒക്കെ ഉപകരിക്കും. അല്ലെങ്കിൽ അടുത്തത് നോക്കിക്കേ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. അതിൻ്റെ എക്സാം ഡേറ്റ് ജൂലൈ. അത് ഞാൻ പറയാം, അത് ജൂലൈയിലുണ്ട് അതിൻ്റെ എക്സാം. അപ്പം അത് യൂസ് ആകും. അപ്പം ഇപ്പം ഇതിന് ഇച്ചിരി ബാക്കിലേക്ക് പോയാൽ നമുക്ക് നിങ്ങളുടെ ലെവൽ അറിയാം. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത്രയും നന്നായി പഠിക്കുക, നന്നായി ഈ 50 ദിവസം വർക്ക് ചെയ്തു, നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പോയി CPO WCPO എക്സാം എഴുതുക. നിങ്ങൾ പ്രതീക്ഷിച്ചതിന് കൂടുതൽ നിങ്ങൾക്ക് ഒരു 60 അല്ലെങ്കിൽ 70 മാർക്ക് കിട്ടി നോക്കുക. അപ്പം നിങ്ങൾ ഇച്ചിരിയും കൂടിയാ, ബാക്കിയുള്ള ഒരു 10-20 ദിവസം കൂടി നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൽ നല്ല ലെവലിൽ കയറാൻ പറ്റും അല്ലേ. ആ 70-ന് നമുക്ക് 80-ഓ 90-ഓ ചിലപ്പോൾ ആദ്യത്തെ 50 റാങ്കിലോ ഒക്കെ ആദ്യത്തെ 10 റാങ്കിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറയാൻ പറ്റും. നന്നായി പഠിക്കുന്ന പോർഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അത് സിലബസിലായിരിക്കണം, വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കണം. അങ്ങനെയുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ ഇനി പഠിക്കാൻ. അല്ലാതെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ ഇനിയുള്ള ദിവസം കൊണ്ട് കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം GK പോർഷൻസ് തന്നെ CPOയ്ക്കും WCPOയ്ക്കും 180ഓളം ഉണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്
ഏതാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാ, സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് 20 മാർക്കിനുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കാൻ നമ്മൾ സമയം കണ്ടുപിടിക്കണം. അതിന് 50 ദിവസമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. അതനുസരിച്ചിട്ട് ക്രാക്ക് ചെയ്യാൻ പ്രയത്നിക്കുക. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പ്രയത്നിക്കുക. നമ്മൾ ചുമ്മാ നമ്മൾ എഫേർട്ട് ഇടാതെ എനിക്ക് കിട്ടും എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബാക്കി ഇത് റെഡി ആകുള്ളൂ. അപ്പം നന്നായി പഠിക്കുക. അതാണ് CPO WCPO വരുന്നുണ്ട്. അടുത്തത് ജൂലൈ 4, 2026 വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ്, കാറ്റഗറി നമ്പർ 551, 2025. അതിൻ്റെ എക്സാമാണ് അടുത്തത്. ജൂലൈ 4-നാണ് എക്സാം വരുന്നത്. അപ്പം അതും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വുമൻസിന്റെ CPO WCPOയിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പക്ഷെ നമുക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന് നമ്മൾ ഇടുന്ന എഫേർട്ട് നമുക്ക് ഗുണം ചെയ്യും. അതും നന്നായി പഠിക്കുക. അതിനുവേണ്ടി തന്നെ നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് നന്നായി പഠിക്കുന്നുണ്ടായിരിക്കും. അവർക്കും കിട്ടട്ടെ. അതിനൊപ്പം നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങുന്നവര് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾ കഷ്ടപ്പെടുക. നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ കഷ്ടപ്പാടാണ് നമുക്ക് ഗവൺമെന്റ് ജോലി നേടിത്തരുന്നത്. അല്ലാതെ എല്ലാവരും പറയുന്നത് പോലെ ഗവൺമെന്റ് ജോലി തലവരെയൊന്നുമല്ല. നമ്മൾ കഷ്ടപ്പെടുവാണെങ്കിൽ, നന്നായി വർക്ക് ചെയ്യുവാണെങ്കിൽ, പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ, ചുമ്മാതെയല്ല, കൺസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇന്നിപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നവരെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടും. അല്ലാതെ ഒരു എക്സാമിന് പോയി അതിന് മാർക്ക് കുറഞ്ഞു പോയി, ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്തു പക്ഷെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, അതിലും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്തിട്ടും നമുക്ക് എന്തുകൊണ്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ എഫേർട്ട് എന്താ നമുക്ക് നമ്മുടെ OMR ഷീറ്റിൽ വരാത്ത എന്നുള്ളതിന്റെ ഒരു 10 കാരണങ്ങൾ ഞാൻ നമ്മുടെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണം. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അല്ലാതെ നിങ്ങൾ പഠിക്കാഞ്ഞിട്ടോ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടോ നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ അറിയാമായിരിക്കാം. അപ്പം അതും ഒരു ഘടകമാണ്. ഇങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം കൂടിയാണ് നമുക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. നമ്മുടെ എഫേർട്ട്, നമ്മുടെ മനസ്സിന്റെ ബലം, നമ്മളുടെ വർക്കിങ്, ഇതെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നതൊന്നുമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു 90% ചെയ്താൽ ബാക്കി 10% ഡോക്ടറും ദൈവങ്ങൾ നോക്കിക്കോളും. അതാണ് എൻ്റെ പോളിസി, അല്ലെങ്കിൽ അതാണ് ശരി. അല്ലാതെ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് ഇനി ബാക്കിയുള്ളത് ദൈവം എനിക്ക് തന്നോളും, എൻ്റെ 50% ഞാൻ ചെയ്തു, ഇനി ബാക്കി 50% ദൈവം തന്നോളും, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി ഒരു തരവൽ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ, നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡിയാണോ, നിങ്ങൾ എല്ലാത്തിനും റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഇനിയാണെങ്കിലും അത് ചെയ്യാം. ഇനിയിപ്പം 40 വയസ്സിലൊക്കെ PSC എക്സാം ഇത് കൂട്ടി, അപ്പം ഇതിനൊന്നോടെ ശ്രമിച്ചു നോക്കാമെന്ന് കരുതി പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് LGSന് LDCക്കും ഒക്കെ ആയിരിക്കും. അവർക്കും നേടാൻ കഴിയും. നിങ്ങൾ കൺസിസ്റ്റന്റ് പഠിക്കുക, നിങ്ങളുടെ സമയം കണ്ടെത്തി നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുക, നിങ്ങൾ ഇടേണ്ട എഫേർട്ട് നിങ്ങൾ ഇടുക, നിങ്ങൾ എല്ലാം സാധിക്കും നിങ്ങൾക്ക്. അത് പഠിച്ചാൽ മതി. നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ ഡെയിലി കൺസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക. നമുക്ക് പഠിക്കാൻ പല പല തടസ്സങ്ങളുണ്ടാകും. കുട്ടികളുള്ളവരുണ്ടാകും, വീട്ടിൽ സാഹചര്യം ഇതൊക്കെയുള്ള, അങ്ങനെ നമ്മുടെ സാഹചര്യം നമുക്കേ അറിയത്തുള്ളൂ. അതൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലി ആവശ്യമാണെന്ന് കരുതി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അടുത്ത എക്സാം 10th ലെവൽ പ്രിലിംസിന്റെ 10th ലെവൽ പ്രിലിംസ് മെയിനായിട്ട് 3 എക്സാം കൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ 10th ലെവൽ പ്രിലിംസ് നടക്കുന്നത്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റ് എക്സാം ആണല്ലോ ഈ 10th ലെവൽ. ഒരുപാട് പേര് കമ്പനി ബോർഡ് LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം, ബെവ്കോ LDക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റോർമാൻ KSBCയിൽ സ്റ്റോർമാന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നിരിക്കണം. അവരുടെയൊക്കെ ആദ്യ പടിയാണ് ഈ പ്രിലിംസ്. അപ്പൊ പ്രിലിംസ് നമുക്ക് കിട്ടുവാണെങ്കിൽ, അപ്പൊ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പ്രിലിംസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം വരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. ആ ഒരു 10th ലെവൽ പ്രിലിംസ് രണ്ട് എക്സാം ഒക്കെ ഉള്ളത് നമുക്ക് പാടാണ്, ശരിയാണ്. ഒറ്റ എക്സാം എഴുതുക എന്നൊക്കെ നേരത്തെ ഇതൊക്കെയായിരുന്നു നല്ലത്. അതൊക്കെ ഒരു സൈഡ്.
പക്ഷെ നമ്മൾ നോക്കി, ഇന്നിപ്പം നമ്മളൊരു എക്സാം പേപ്പർ വർക്കൗട്ട് ചെയ്യുക, കുറച്ചധികം പഠിച്ചിട്ട് ഓരോരോ 7 ദിവസം കഴിഞ്ഞ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിന് മാർക്ക് കൂടുതൽ കിട്ടി, മൈനസ് കുറഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റി, സമയം ഇച്ചിരിയും കൂടി ലാഭിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരില്ലേ? ആ, എന്നെ കൊണ്ട് ഇത് കഴിയും, എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് നേടാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് നമ്മുടെ പഠനത്തിൽ വരുത്തുന്ന ഒരു ബൂസ്റ്റ്, അല്ലെങ്കിൽ ഒരു പഠനത്തിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതും ഈ OMR ഷീറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഇപ്പം ജൂലൈ 18-ന് 3 ഇന്ന് ഞാൻ പറഞ്ഞു. കമ്പനി ബോർഡ് LGS കാറ്റഗറി നമ്പർ 423/2025, ബെവ്കോ LDC കാറ്റഗറി നമ്പർ 619/2025, സ്റ്റോർമാൻ KSBC കാറ്റഗറി നമ്പർ 618/2025. ഈ 3 എക്സാമിനുള്ള പ്രിലിംസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനി ബോർഡ് LGSന് വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാർ, അതാണ് എനിക്ക് വേണ്ടത് എന്ന് കരുതി പഠിക്കുന്നവർക്ക് 10th ലെവൽ പ്രിലിംസ് ഒരു വലിയ സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ നിങ്ങൾ ക്രാക്ക് ചെയ്താൽ, നിങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞ് ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാതെ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGSൽ റാങ്ക് നേടാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉറപ്പാണല്ലേ? അല്ല, ബെവ്കോ LDCയുടെ ആണെങ്കിൽ ഇച്ചിരി കൂടി കൂടുതൽ പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങളിത് വേണ്ട, ഇപ്പം അതിനു വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി അതിനു വേണ്ടി പഠിക്കുക. VFA ഉണ്ട് ഇതിൽ. കൂടാതെ VFAയുടെ ഡേറ്റ് വന്നിട്ടില്ല, സെപ്റ്റംബർ ഒക്ടോബർ ആയിരിക്കാം, അത് ഡേറ്റ് വന്നിട്ടില്ല. അതും നമുക്ക് ഈ LDCക്ക് പഠിക്കുന്നത് കൊണ്ട് VFA ക്രാക്ക് ചെയ്യാൻ പറ്റാം. സ്റ്റോർമാൻ്റെ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. KSBCയുടെ അപ്പം അതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പം എല്ലാവരും നന്നായി പഠിക്കുക, നന്നായിട്ട് എഫേർട്ട് ഇടുക. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ ഏജ് ഓവർ ആവുന്ന ആൾക്കാർ നന്നായി വർക്ക് ചെയ്യുക. നിങ്ങളുടെ സാഹചര്യവും ഇത് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ പറ്റും, എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ടൈം ടേബിൾ ഇട്ട് നിങ്ങൾ തന്നെ ക്രാക്ക് ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് ജോലി ആവശ്യമായി കരുതി പഠിച്ച് ജോലി നേടാൻ കഴിയട്ടെ. അപ്പം ഈ 4 ഈ 5 എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി വർക്ക് ചെയ്യാനും പഠിക്കാനും കഴിയട്ടെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ പേരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.